നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. അയോധ്യ വിഷയമാണ്. ശബരിമല എന്ന് ചോദിക്കുമ്പോൾ പറയും അയോധ്യ എന്തായി ചോദിക്കും. അയ്യപ്പൻ്റെ സ്വർണ്ണം എവിടെയും ചോദിച്ചാൽ അയോധ്യയിലെ പണം എവിടെയും ചോദിക്കും. അല്ലെങ്കിൽ ശ്രീരാമൻ്റെ വെള്ളി എവിടെയും ചോദിക്കും. ഇപ്പോൾ വെള്ളി ലോക്കറിലുണ്ടെന്ന് പറയുമ്പോൾ പണം എവിടെ? പണം കൊണ്ടുപോയത് അവിടുത്തെ മന്ത്രിമാരൊന്നുമല്ല. അതെ, കാണിക്കയിലെ ബാങ്കിലാണ്. പിന്നെ ആ പണം എണ്ണിയ കുറേ ജീവനക്കാർ കോക്കസാണ്. പണം എണ്ണിയ ആ സ്വകാര്യ ഏജൻസി അടക്കമുള്ളവരുടെ ചില ലക്ഷങ്ങൾ തട്ടിക്കൊണ്ടുപോയി. ശരിയാണ്. പക്ഷേ അത് കണ്ടുപിടിച്ചതിന് ശേഷം ക്ഷേത്രത്തിന്റെ വരുമാനം വർദ്ധിച്ചു. അതിന് മെഷേഴ്സ് അവരെടുത്തു, നടപടി എന്നെ കൃത്യമായിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ ഇങ്ങനെ എങ്ങും എത്താതെ മാരത്തോൺ അന്വേഷണം നടത്തി ഒരു എന്താ പറയാ അവസാനമില്ലാത്ത അന്വേഷണം, അതെ, അന്തമില്ലാത്ത അന്വേഷണം. എന്തന്വേഷിക്കുന്നു, ആരെപ്പറ്റി അന്വേഷിക്കുന്നു, കുറെ സ്വർണത്തിന്റെ പാളി സാമ്പിൾ എടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അതെ, പോയി. അതിന്റെ മറ്റത് വളരെ കൃത്യമായിട്ട് കുറ്റവാളി ആരാണെന്ന് മനസ്സിലാക്കി എല്ലാറ്റിനെയും പൊക്കി. ഇത് 1 ഗ്രാം സ്വർണം പോലും തൊണ്ടി മുതൽ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് എവിടെ പോയി എന്ന് അവർക്കറിയാം. എങ്ങനെ വിറ്റു, എവിടെ വിറ്റു എന്ന് ആ ബെല്ലാരിയിലെ ജ്വല്ലറി കൊണ്ടടക്കം അറിയാം. എന്നിട്ടും ഗോവർദ്ധൻ അല്ലേ, ഗോവർദ്ധൻ. അപ്പം എന്നിട്ടും അതിപ്പോഴും ഇരുട്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒക്കെ എല്ലാരും. അപ്പൊ നമ്മള് എന്തായാലും പറഞ്ഞു വന്നത് അയോധ്യയിലെ വിഷയത്തിൽ ഇപ്പോൾ UP പുകയുകയാണെന്നാണ് ഇവിടുത്തെ CPM പറയുന്നത്. പുകഞ്ഞ് വെന്ത് വെണ്ണീറാകാനുള്ളൊരു പോക്കിലാണ്. യോഗി ആദിത്യനാഥ് രാജിവെക്കുമോ അതോ എങ്ങോട്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്ര, എന്താണ് അവിടുത്തെ നീക്കം എന്നൊക്കെ ഇവിടുന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും ഇവിടുന്ന് ഓരോന്ന് പറയുന്നു, അല്ലെങ്കിൽ യോഗി രാജിവെക്കണം എന്ന് ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട് പലരും. അതായത് അയ്യപ്പൻ്റെ സ്വർണ്ണക്കൊള്ള നടത്തിയവർ തന്നെയാണ് ഈ ആവശ്യപ്പെടുന്നത്, യോഗി രാജിവെക്കണം. അയോധ്യ കൊള്ളയിൽ, സംഭാവന കൊള്ളയിൽ. ശരിക്കും അയോധ്യയിൽ യോഗിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത്ര പരിതാപകരമാണോ? 2027 UP തെരഞ്ഞെടുപ്പ് വരാൻ പോവുക. അപ്പോൾ 4 വർഷം കഴിഞ്ഞ് 1 കൊല്ലം മാത്രം. അതെ. അതായത് 2017 യോഗി ഭരണം അവിടെ ആരംഭിക്കുന്നത്. 2014 നരേന്ദ്രമോദി സർക്കാർ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നു, NDA അധികാരത്തിൽ വന്നു. ശേഷം നടന്ന ലോകം മുഴുവനും ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഞാൻ 2017 ഞാൻ ജന്മഭൂമിയിൽ ജോലി ചെയ്യാം. അപ്പോൾ ഞാൻ അന്ന് വളരെ സൂക്ഷ്മമായി പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തതാണ് ഈ UP തിരഞ്ഞെടുപ്പ്. അപ്പോൾ അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ. അപ്പോൾ ജന്മഭൂമിക്കുള്ളിൽ തന്നെ പലരോടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BJPക്ക് അവിടെ വലിയ മൃഗീയമായ ഭൂരിപക്ഷം കിട്ടി. 400-ലധികം സീറ്റുകളുമായിട്ട് പിന്നെ BJP അവിടെ അധികാരത്തിൽ വരുന്നു. 3-2 ഭൂരിപക്ഷവുമായിട്ട്, അല്ല 4-3 ഭൂരിപക്ഷമായിട്ട് BJP അധികാരത്തിൽ വരുന്നു. അപ്പോൾ അവിടെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നൊരു ചോദ്യം ഉയർന്നു. ഞാൻ പറഞ്ഞു അവിടെ യോഗി ആദിത്യനാഥ് എന്നൊരാളുണ്ട്, അദ്ദേഹമായിരിക്കും അവിടുത്തെ മുഖ്യമന്ത്രി. അപ്പോൾ അങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടിട്ടില്ല. BJPയിൽ ആരും ഇതാരപ്പ, നിങ്ങൾ വെറുതെ ചുമ്മാ. രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് UPയിൽ വന്ന് മുഖ്യമന്ത്രിയാവും, പിന്നീട് മത്സരിച്ച് ജയിക്കും എന്ന് പറയും. ഈ യോഗി ആദിത്യനാഥ് ശരിക്കും ആ സമയത്ത് MP ആണ്. അദ്ദേഹം അന്ന് നരേന്ദ്രമോദി സർക്കാരിലെ ഒരു MP ആണ്, BJPയുടെ MP ആണ് ഇദ്ദേഹം. പക്ഷെ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ആർക്കും അറിയില്ല. ഇവിടുത്തെ BJP നേതാക്കൾക്ക് പോലും. ഞാൻ പലപ്പോഴും BJP സംഘപരിവാർ സഹയാത്രികരായ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പോലും, വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകർക്ക് പോലും, ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല, അവർക്ക് പോലും യോഗി ആദിത്യനാഥിനെ അറിയില്ല. യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായിട്ട് യോഗി ആദിത്യനാഥ് നിങ്ങൾക്ക് വട്ടുണ്ടോ? ഞാൻ പറഞ്ഞ അതല്ല, അദ്ദേഹം ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ചില പത്രക്കാരും ഒക്കെ എന്നോടിങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കണക്കുകൂട്ടൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്ന്. ഞാനിത് വെറുതെ പറയുന്നതല്ല. അന്ന് ജന്മഭൂമിയിൽ ജോലി ഉണ്ടായിരുന്ന ചില മാധ്യമപ്രവർത്തകരോട്, ഇന്നും ജന്മഭൂമിയിൽ തുടരുന്ന ചില ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയും അന്ന് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു, യോഗി ആദിത്യനാഥ് ആയിരിക്കും മുഖ്യമന്ത്രിയായിട്ട് വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ 100% അദ്ദേഹം വരും എന്നല്ല പറഞ്ഞത്, സാധ്യത ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇത് വന്നപ്പോൾ അദ്ദേഹമായിരുന്നു UP മുഖ്യമന്ത്രി. ഇതിൻ്റെ കാരണം എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഇതൊന്നും മാജിക്കൊന്നുമല്ല. കാരണം ഇദ്ദേഹത്തിന് യുവവാഹിനി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു.
ഈ വിശ്വ ഹിന്ദു പരിഷത്ത് പോലെ ഒരു ഹിന്ദു സംഘടനയാണ്. ആ യുവവാഹിനിയുടെ പ്രവർത്തനം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം പോലെ തന്നെ യുടെ താഴെ തട്ടിൽ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2017 തെരഞ്ഞെടുപ്പിൽ BJP യോഗി ആദിത്യനാഥ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. കാരണം പരിപൂർണമായിട്ടും യോഗി ആദിത്യനാഥിൻ്റെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു. സ്ഥാനാർത്ഥി നിർണയം, തെരഞ്ഞെടുപ്പ് പ്രചാരണം, മാനിഫെസ്റ്റോ തയ്യാറാക്കൽ ഒക്കെ. ഇത് മാത്രമല്ല, അയോധ്യ കേസിൽ വിധിയുണ്ടായാൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി രാമക്ഷേത്രം ഉയരും, യാഥാർത്ഥ്യമാകും അയോധ്യ. അന്ന് അതായിരുന്നു പ്രഖ്യാപനം. അപ്പോൾ ആ മാനിഫെസ്റ്റോ ഒരു കാര്യമുണ്ട് രാജേഷ് ജി. ഇപ്പോൾ നമ്മളിവിടെ ഇരുന്ന് പറയുകയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് അടുത്ത വർഷം 10,000 കപ്പലുകൾ വന്നു പോകും എന്ന് പറഞ്ഞാൽ ജനം അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. നമ്മളൊരു വാർത്ത പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞാൽ അത് വലിയ വാർത്തയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ആര് പറയുന്നു, ഈ മാനിഫെസ്റ്റോ ആര് ഉറപ്പ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അന്ന് ഉറപ്പ് കൊടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, BJPയുടെ അന്നത്തെ ദേശീയ അധ്യക്ഷൻ അമിത്ഷായാണ്. അന്ന് ഈ യുവവാഹിനിയുടെ തലപ്പത്തിരുന്നു കൊണ്ട് തെരഞ്ഞെടുപ്പ് മുഴുവനും നിയന്ത്രിച്ച യോഗി ആദിത്യനാഥാണ്. ഈ 3 പേരും UPയിലെ ജനങ്ങളോട് പറയുകയാണ്, ദാ ഞങ്ങൾ വന്നാൽ ഈ കാര്യം ചെയ്യും. 2, സ്ത്രീ സുരക്ഷ, ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരെ നേരെ യമരാജൻ്റെ അടുത്തേക്ക് അയക്കും. ഞാനിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് യോഗി ആദിത്യനാഥ് പറയുന്ന ആ വാക്കുകൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം അദ്ദേഹം പറഞ്ഞതാണ്, നമ്മുടെ മാ ബേട്ടി, അതാണ് വാക്ക്, ഞാനതിൻ്റെ മലയാളം പറയാം, അമ്മ പെങ്ങന്മാരുടെ മാനത്തിന് വില പറയാൻ വരുന്നവനെ യമരാജൻ്റെ അടുത്തേക്ക് അയക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അക്ഷരം പ്രതി പിന്നീട് പാലിക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ? എത്ര എൻകൗണ്ടറാണ് നടന്നത്. ഇപ്പോൾ UPയിൽ സ്ത്രീകൾക്ക് വലിയ ഭയമൊന്നും കൂടാതെ രാത്രിയിലും ഒക്കെ പുറത്തു പോവാം, ജോലിക്ക് പോവാം, പഠിക്കാൻ പോവാം. അവിടുത്തെ കണക്കുകൾ പുറത്ത് വന്നിട്ടുണ്ട്. ഇത് നേരത്തെ എത്ര സ്ത്രീകളാണ്, നേരത്തെ സ്ത്രീകൾ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം 17% എന്തോ ഉണ്ടായിരുന്നുള്ളൂ ഈ ജോലിക്ക് പോകുന്ന സ്ത്രീകളുടെ. ഇപ്പോൾ അത് 38%, 40%. ഈ ഇരട്ടിയായി മാറിയിരിക്കുന്നു. ഇനിയും മാറാനുണ്ട്. അതുപോലെ UPയിലെ പിന്നെ എക്സ്പ്രസ് വേകളുടെ എണ്ണം, എക്സ്പ്രസ് ഹൈവേകളുടെ എണ്ണം, ഹൈവേകളുടെ എണ്ണം ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയായി. എയർപോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയായി. അവിടുത്തെ കാർഷികോൽപ്പന്നങ്ങൾ നേരത്തെ എത്ര ശതമാനം, ഞാനതിൻ്റെ കണക്കൊന്നും ഇപ്പോൾ പറഞ്ഞു വെറുതെ ഈ സംഖ്യകളൊക്കെ പറഞ്ഞ് നമ്മൾ വലിച്ചു നീട്ടേണ്ട കാര്യമില്ല. ഞാനതിൻ്റെ രാഷ്ട്രീയം പറയാം. അതിൻ്റെ ഇരട്ടിയായി. കാർഷികോൽപ്പന്നം നേരത്തെ പിന്നെ നെൽകൃഷി, ഗോതമ്പ് കൃഷിയൊക്കെ എത്ര ശതമാനം ഉണ്ടായിരുന്നോ അതിൻ്റെ ഇരട്ടിയിലേക്ക് ഉയർന്നിരിക്കുന്നു. അളവ് ഇരട്ടിയായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, UPയിൽ ഞാൻ അടുത്ത കാലത്ത് ഒരു സംഭവം ഉണ്ടായി. ഒരു പഴയകാല സിനിമ നടിയൊക്കെ ആയിരുന്ന ഒരാളിനെ യാദൃശ്യമായിട്ട് ഇപ്പോൾ ഒരു വിശ്രമജീവി, കുടുംബമൊക്കെ ആയിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞ് ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുക. അപ്പോൾ അവർ എന്തോ ഒരു ആവശ്യത്തിന് UPയിൽ പോയിരുന്നു. അപ്പോൾ അവർക്ക് മഹാരാഷ്ട്രയിൽ അവർ പിന്നെ മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകളിലെല്ലാം അഭിനയിച്ചിട്ടുള്ള ഒരു പഴയകാല നടിയാണ്. അവർ പിന്നെ മഹാരാഷ്ട്രയിൽ പോയിരുന്നപ്പം അവിടുന്ന് മഹാരാഷ്ട്രയിൽ ആ ആവശ്യം സാധിക്കാതെ അവർക്ക് UPയിലേക്ക് പോകേണ്ടി വന്നു. UPയിൽ പോയിട്ട് വന്നിട്ടാണ് അവരിത് എന്നോട് പറഞ്ഞത്. UPയിലൊരു വലിയ ഫിലിം സിറ്റി, അത് നമ്മുടെ ഈ ബോളിവുഡൊക്കെ പോയി എത്രയോ പുറകിലാണ്. ഈ നമ്മുടെ റാമോജി റാവു ഉണ്ടല്ലോ ആന്ധ്രയിലെ, തെലുങ്ക്, അതിൻ്റെ ഒരു 4-5 ഇരട്ടി വരുന്ന ഒരു വലിയ ഫിലിം സിറ്റി UPയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. UP വലിയ മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്ന്, അവിടുത്തെ ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട്, സ്വൈരമായിട്ട്, സമാധാനത്തോടു കൂടി ജീവിക്കാം. അവർക്ക് തൊഴിലെടുക്കാം, കൃഷി ചെയ്യാം, പഠിക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് സ്കൂളിൽ പോയി മാന്യമായിട്ട് പഠിക്കാം. ഇതിനൊന്നുമുള്ള സാഹചര്യം ഒരു കാലത്ത് അവിടെ ഇല്ലായിരുന്നു. UP എന്ന് പറഞ്ഞാൽ ബീമാരു പ്രാന്തം, സംസ്ഥാനം, ബീമാരു സ്റ്റേറ്റ് എന്നാണ് UPക്കാർ തന്നെ പറഞ്ഞിരുന്നത്. ആ ബീമാരു സ്റ്റേറ്റിനെ പണ്ട് കേരളത്തെ സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ചതുപോലെ ആ ഭ്രാന്താലയത്തെ തീർത്ഥാലയമാക്കാൻ നമ്മുടെ
നവോത്ഥാന നായകരും ഋഷിമാരും ഒക്കെ വളരെ ശ്രീനാരായണ ഗുരുദേവനെയും ചട്ടമ്പി സ്വാമിയെയും പോലെയുള്ളവരുടെ മഹാത്മാ അയ്യങ്കാളിയെ പോലെയുള്ളവരുടെ പ്രയത്നം എത്ര ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അല്ലേ. അതുപോലെ ഒരു ബീമാരു സ്റ്റേറ്റിനെ ഇന്ന് കാണുന്ന ഒരു സമ്പൽ സമൃദ്ധി എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ സമൃദ്ധിയിലേക്ക് കുതിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം യോഗി ആദിത്യനാഥിൻ്റെ തുടർച്ചയായ ഭരണമാണ്. ശരിയാണ്, ഈ എപ്പോഴും ഭരണവിരുദ്ധ വികാരം എപ്പോഴും ഉണ്ടാവും. എല്ലാ ജനങ്ങളെയും പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഭരിക്കാൻ പറ്റില്ല, പക്ഷേ ഒട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയത് ജാതി മത ഭേദമന്യേ പെൺകുട്ടികളെയും അമ്മമാരെയും സ്ത്രീകളെയും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരെ ഉപദ്രവിച്ചവരെ അർഹമായ ശിക്ഷ കൊടുത്തിട്ടുണ്ട്. കൃത്യമാണത്. അതവിടെ ജാതി മതം ഒന്നുമില്ലാതെ ഏത് പാർട്ടി BJP-ക്കാരെ യുവമോർച്ചക്കാരനെ മുട്ടിന് വെടിവെച്ചാണ് പോലീസ് പിടിച്ചത്. കാൽമുട്ടിന് വെടിവെച്ച് അവൻ്റെ മുട്ട് തകർന്നു പോയി. അവൻ ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കില്ല. ഇനി നടക്കുന്നത് ഞൊണ്ടിയേ നടക്കുള്ളൂ. യുവമോർച്ച പ്രവർത്തകനെ, യുവമോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുന്നവനെയാണ് ഇതുപോലെ പോലീസ് പിടികൂടിയത്. അപ്പോൾ മുഖം നോക്കാതെ നടപടി. ഇതുപോലെ തൊഴിലില്ലായ്മയുടെ അളവ് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ അതിൻ്റെ പകുതിയോളം കുറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ പകുതിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുതുതായിട്ട് വരുന്നത്, ഈ പറഞ്ഞ പോലെ വ്യവസായങ്ങൾ, വെറും വ്യവസായങ്ങളല്ല, നമ്മുടെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ. ബ്രഹ്മോസിൻ്റെ നിർമ്മാണ യൂണിറ്റ് എവിടെയാണ്? UP-യിലാണ്. എൻ്റെ അടുത്ത യൂണിറ്റാണ് നമ്മൾ തിരുവനന്തപുരത്ത് നെട്ടുകൽ തേരിയിൽ കൊടുക്കാനായിട്ട് ആലോചിക്കുന്നത്. അതിപ്പോഴും തീരുമാനമായിട്ടില്ല, പൂർണ്ണമായ ഇത് വന്നിട്ടില്ല. ഇരിക്കട്ടെ, ഞാൻ പറയണത് അങ്ങനെ UP അടിമുടി മാറിക്കഴിഞ്ഞു. അങ്ങനെ മാറിയ UP-യിലാണ് ഈ ചന്ദ്രനുമുണ്ടൊരു കളങ്കം എന്ന് പറയുന്നത് പോലെ ഈ അയോധ്യയിലെ കൊള്ള പുറത്തു വന്നത്. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ യോഗി ആദിത്യനാഥ് അല്ലാതെ മറ്റൊരാളായിരുന്നു അവിടുത്തെ സർക്കാരെങ്കിൽ അത് പുറത്തു വരുന്നു. അതെങ്ങനെയും ചവിട്ടിക്കൂട്ടും. അന്വേഷണം പോലും പ്രഖ്യാപിക്കില്ല. പക്ഷേ യോഗിക്ക് മടിയിൽ കനമില്ല. അതുകൊണ്ട് യോഗിക്ക് സധൈര്യം അത് പ്രഖ്യാപിക്കാം. ഇനി BJP-ക്കാരാണ് തെറ്റ് ചെയ്തതെങ്കിൽ യോഗിയുടെ ഭാഗത്തുനിന്ന് കർശനമായ നടപടി ഉണ്ടാവും. ഉറപ്പാണ്. നിങ്ങൾ ആരാണെന്നുള്ളതല്ല. നോക്കൂ, ഈ കേസിൽ കുറ്റവാളികളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവൻ ഏത് പാർട്ടിക്കാരൻ ആണെന്നുള്ളതല്ല വിഷയം. കുറ്റം ചെയ്തിട്ടുണ്ടോ അവൻ മറുപടി പറഞ്ഞേ മതിയാവും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, വെള്ളം കുടിക്കണം. അതാണ് യോഗിയുടെ ശൈലി. അപ്പോൾ അയോധ്യ സംഭവം, അയോധ്യയിലെ കൊള്ള BJP-ക്ക് തിരിച്ചടിക്കുമോ എന്നാണ് രാജേഷ് ജിയുടെ ചോദ്യം. ആ ചോദ്യത്തിൻ്റെ സാങ്കത്യം അതാണ്. തിരിച്ചടിക്കാം, തിരിച്ചടിക്കാതിരിക്കാം. നമുക്ക് രണ്ട് ഉത്തരങ്ങളും നമുക്ക് പറയാൻ കഴിയും. ഇത് രണ്ടിൻ്റെയും വിശകലനമാണ് ഞാൻ തുടക്കം തൊട്ട് പറഞ്ഞു വന്നതിനകത്തുള്ളത്. UP-യിൽ ഒരു സ്വസ്ഥമായ ജീവിതം ഏതൊരു മനുഷ്യനും ഉറപ്പാക്കുന്ന ഭരണം യോഗി കാഴ്ചവെച്ചു കഴിഞ്ഞ 10 കൊല്ലം. അതായത് എല്ലാ അർത്ഥത്തിലും ഞാൻ പറഞ്ഞല്ലോ, കൃഷിയിലും ഉൽപാദന മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിലും സാങ്കേതിക വിദ്യയിലും നൈപുണ്യ വികസനത്തിലും സുസ്ഥിര വികസനത്തിലും ഒക്കെ UP ഇന്നൊരു മാതൃകയാണ്. നമ്മളിവിടെ ഇരുന്ന് മലയാളം ചാനലുകളൊക്കെ കണ്ടിട്ട് യോഗി ആദിത്യനാഥിനെ ചീത്ത വിളിക്കും, ബീഹാറിക്ക് വിവരമില്ലെന്ന് പറയും, ബംഗാളി അങ്ങനെയാണെന്ന് പറയും. ഇതൊക്കെ നമ്മൾ പറയും. നമ്മളൊന്ന് അവിടെ പോയി നോക്കണം. ഞാൻ ഈ പറയുന്നത് പോലെ 10-20 വർഷം മുമ്പ് UP-യിലും MP-യിലും ഒക്കെ ഒരു 20-25 വർഷം മുമ്പൊക്കെ ഞാൻ യാത്ര ചെയ്ത ആളാണ്. എനിക്ക് മഹാരാഷ്ട്ര, ബോംബെയിൽ ഒക്കെ, മുംബൈയിലടക്കം നിരന്തരം പല ആവശ്യങ്ങൾക്ക് പോവുകയും അവിടെ താമസിക്കുകയും ചെയ്ത ആളാണ്. അവിടുത്തെ നമ്മളൊരു സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ താമസിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അല്ലേ. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ സാഹചര്യമായിട്ട് അതിനെ കമ്പയർ ചെയ്ത് പോകുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമാണ്. UP-യിലും ബീഹാറിലും ഒക്കെ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അവിടെ നമ്മളീ പറയുന്നത് പോലെ പഴയ ഒരു ബീമാരു സ്റ്റേറ്റ് അല്ല ഇന്ന് UP. ഇന്ന് വലിയ വികസന കുതിപ്പ് ഉണ്ടായിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് UP. അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അല്ലാതെ പിന്നെ യോഗിയുടെ ഒരു സ്ഥാനമാറ്റം പ്രതീക്ഷിക്കുന്നു നമ്മൾ ആരും കാത്തിരിക്കുകയും വേണ്ട.
അങ്ങനെ എനിക്ക് എൻ്റെ ഒരു തോന്നല് ഈ ഉത്തർപ്രദേശിനെ ഒരു ഉത്സവ പ്രദേശ് അങ്ങനെ തന്നെ പറയണം. സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരം പ്രയോഗങ്ങൾ ഞാൻ കാണുന്നുണ്ട്. പലരും ഈ അവിടെ പോയിട്ട് കണ്ട കാഴ്ചകളെ കുറിച്ച് എഴുതുമ്പോൾ അവര് ഉത്തർപ്രദേശ് എന്നുള്ള പേര് മാറ്റിയിട്ട് ഉത്സവ പ്രദേശ് എന്നാണ് അവര്. അത് അങ്ങനെ തന്നെ അവിടെയും ആൾക്കാർ പറയുന്നുണ്ട്. കാരണം മനുഷ്യൻ നോക്കൂ, നമ്മുടെ കയ്യിൽ നമ്മൾ പകലൊക്കെ അധ്വാനിക്കുന്നു, വൈകിട്ട് നമ്മുടെ കയ്യിലോട്ട് കാശ് വരുന്നു, നമ്മളെ ജീവിതം ഒന്ന് സന്തോഷപൂർവ്വം ഞാൻ പറയുന്നത് കള്ളു കുടിച്ച് ബോധമില്ലാതെ റോഡിൽ പാമ്പായിട്ട് കിടക്കുന്ന അതല്ല. പക്ഷെ എന്നാലും നമ്മൾ നല്ല ഭക്ഷണം വാങ്ങിക്കഴിച്ച് നല്ല വസ്ത്രം ധരിച്ച് നമ്മുടെ കുട്ടികളെയും കൂട്ടി കാഴ്ചകൾ കാണാൻ പുറത്തു പോയി നല്ല വണ്ടിയിൽ യാത്ര ചെയ്തല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യില്ലേ മനുഷ്യൻ? സമാധാനപരമായിട്ട് സന്തോഷപൂർവ്വം ആനന്ദപൂർവ്വമുള്ള ഒരു ജീവിതം അത് യു പിയിൽ ഇന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ 100% ആൾക്കാരിലും അങ്ങനെ എത്തി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു 60% മുകളിലേക്ക് അതിനെ എത്തിക്കാൻ, നേരത്തെ അതൊരു 30% താഴെയായിരുന്നെങ്കിൽ ഇന്നതൊരു 60% മുകളിലേക്ക് എത്തിക്കാൻ യോഗിയുടെ ഭരണത്തിന് സാധിച്ചു എന്നുള്ളതാണ്. യോഗി ശരിയാണ്, ബുൾഡോസർ രാജുണ്ട്, ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടുത്തെ ജനങ്ങൾ യോഗിയെ പിന്തുണച്ച് നിൽക്കും. അയോധ്യ കൊള്ളയുടെ പേരിൽ എത്ര സമരം യു പിയിൽ നടന്നു നോക്കൂ. നമ്മുടെ ഇവിടെ സ്വർണ്ണക്കൊള്ള, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ പല സമരങ്ങളും നടന്നു, പാർലമെന്റിൽ ഉൾപ്പെടെ സമരം നടന്നു. പ്രതിപക്ഷം ഉണ്ടല്ലോ, പ്രതിപക്ഷം ഇന്ത്യയിൽ മരിച്ചൊന്നും പോയിട്ടില്ലല്ലോ. രാഹുൽ ഗാന്ധിയുണ്ട്, അതിപ്പം ഈ മൺസൂൺ സെഷനിൽ അവർ ഈ വിഷയം ഉയർത്തും. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത് അതിൻ്റെ പേരിൽ എത്ര ഇപ്പോൾ ചോദ്യം വരും, അതിന് പാർലമെന്റിൽ കൃത്യമായ ഉത്തരം പറയുകയും ചെയ്യും. ആഭ്യന്തരമന്ത്രിക്ക് കൃത്യമായ വിവരങ്ങൾ കിട്ടുമല്ലോ, ഈ സംസ്ഥാനത്തു നിന്നുള്ള വിവരങ്ങൾ അവിടെ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും അത് അദ്ദേഹം പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കും. രേഖകളാണത്, ആ രേഖകൾ ഒരിക്കലും കള്ളം പറയില്ല. ഇവിടെ അതുപോലെ യു പിയിൽ വളരെ കൃത്യമായിട്ട് ഈ അയോധ്യ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം എത്ര സമരം നടത്തി. സമരം നടത്തേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ടായില്ല, അതിനു മുമ്പേ ആക്ഷൻ എടുത്തു, കുറ്റവാളികൾ പിടിയിലായി. അപ്പം ഈ ഒരു അയോധ്യ സംഭവം മാത്രമേ യോഗിക്കെതിരെ ഉന്നയിക്കാനുള്ളൂ, അല്ലെങ്കിൽ BJPക്കെതിരെ ഉന്നയിക്കാനുള്ളൂ, വേറെ ഒന്നും ഉന്നയിക്കാനില്ല. ഞാൻ എൻ്റെ പൊളിറ്റിക്സ് ആണ് പറയുന്നത്. ശക്തമായ രീതിയിൽ അതിനെ ഇനി എത്ര ക്യാമ്പയിൻ പ്രചാരണ ആയുധമാക്കിയാലും അതിന് ഒരു പരിധിയുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് നേട്ടങ്ങൾ ഒരുപാട് അവർക്ക് പറയാനുണ്ട്, BJPക്ക് മുന്നോട്ട് നിരത്താനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് യോഗി ആദിത്യനാഥിൻ്റെ 10 വർഷത്തെ ഭരണത്തിന് ഒരു തുടർഭരണം അവിടെ ഉണ്ടാകും എന്നുള്ളതിനാണ് എനിക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കാൻ തോന്നുന്നത്. മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ കാത്തിരുന്ന് കാണാം. ഈ വിഷയവുമായിട്ട് തന്നെ നമുക്ക് വീണ്ടും വരാം. മുന്നോട്ട് പോകുന്തോറും ഇനിയും 1 വർഷമുണ്ട്, മുന്നോട്ട് പോകുന്തോറും നമുക്ക് ഈ വിഷയം കൂടുതൽ വിശകലനം ചെയ്യാം, കൂടുതൽ ആഴങ്ങളിലേക്ക് ചെല്ലാം. അപ്പോൾ സ്ഥിതിഗതികൾ മാറി വരുമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് പ്രേക്ഷകരോട് അങ്ങനെ തന്നെ പങ്കുവയ്ക്കും, ഒരു സംശയവും ഇല്ല.